ഫെബ്രുവരി മാസം 13-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം കുട്ടികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ്. അതായത് 3 മാസം സ്കൂൾ തുറക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പേ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിക്കുകയാണ്. ഇത് കേരളത്തിന്റെ മുന്നിൽ ഒരു ചരിത്രമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ നടക്കുന്നത് അപൂർവ കാര്യങ്ങളിലൊന്നാണ്. KBPSലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി 70% മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അതും ബൈൻഡിംഗ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ KBPSലെ പുസ്തകങ്ങൾ അച്ചടിച്ച് അതിങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. ബൈൻഡിംഗ് പേപ്പർ കൃത്യമായിട്ട് ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. പേപ്പറും പാഠപുസ്തകം അടിക്കാനുള്ള പേപ്പറും കൊടുക്കുന്നത് ഗവൺമെന്റാണ്. പക്ഷേ ഈ 2 കാര്യം കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞതാണ് പാഠപുസ്തകങ്ങൾ നമ്മുടെ സ്കൂൾ അടക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാത്രമേ അടിച്ചെടുത്തുള്ളൂ പൂർണ്ണമായിട്ട്. ബാക്കി ഒന്നും അടിച്ചിട്ടില്ല. പുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാക്കാൻ ഓണം അവധി കഴിഞ്ഞേക്കും. KBPSന് സർക്കാർ നൽകാനുള്ളത് 300 കോടി രൂപയാണ്. ഈ ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലാകുമെന്ന് ഇബ്രാഹിംകുട്ടി പ്രതികരിച്ചു.